ഒരിക്കൽ ഈ മലയിൽ അവളും ഞാനും കൂടി സ്കൂളിൽ നിന്ന് ടൂറ് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാരിൽ നിന്നും തെന്നിമാറി തോളത്ത് കൈയിട്ട് നടന്ന് ദാണ്ടക്കാണും പാറയുടെ അങ്ങേപ്പുറത്ത് ചാരി നിന്നുമ്മ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പെയ്തൊരു മഴ മുഴുവൻ ലവിടെ നിന്ന ഒരു ഏഴിലമ്പാലച്ചോട്ടിൽ കെട്ടിപ്പിടിച്ചു നിന്ന് നനഞ്ഞിട്ടുണ്ട്. എങ്ങുന്നോ അവളുടെ ബാഗിലെന്ന് മറന്നു കിടന്ന ഉണങ്ങിത്തുടങ്ങിയ ഒരു ചെമ്പരത്തി കമ്പ് ആ പാറയുടെ ആ മറവുപുറത്ത് ചാറ്റമഴയിൽ കുത്തിയിരുന്ന് ഒന്നിച്ചൊരു കുഴിയെടുത്ത് ആദ്യ ഉമ്മയുടെ ഓർമ്മയ്ക്കെന്ന് പറഞ്ഞ് ചിരിച്ച് ചുമ്മാ നട്ടുവെച്ചിട്ട് തിരിച്ചുപോയി. ഇന്നിപ്പോൾ ഒരുപാട് കൊല്ലത്തിനിപ്പുറം കുടുംബത്തോടൊപ്പം ആ മലയിൽ ഒരു രഹസ്യ സന്ദർശനം നടത്തുന്നു. നോക്കിക്കേ, ഒറ്റനോട്ടത്തിൽ ആ പാറ കാണാത്ത പരുവത്തിൽ 10-20 കൊല്ലത്തെ പ്രായത്തിൽ പൂത്തുത്സവിക്കുന്ന ആ ചെമ്പരത്തി. അടിമുടി വല്ലാത്തൊരിളക്കമതിനാകെ. അതിന് കാരണം എൻ്റെ ഈ വരവോ? മണം തിരിച്ചറിയാറുണ്ടോ ചെമ്പരത്തി? എങ്കിലതിന് ഓർമ്മ കാണുമോ എന്നെ? എന്നെ ഓർക്കുന്നെങ്കിൽ കൂട്ടത്തിൽ അവളെയും അത് ഓർക്കുന്നുണ്ടാവുമോ? ഇതുപോലെ അവളും അവളുടെ കുടുംബമൊത്ത് പിന്നീട് എപ്പോഴെങ്കിലും ഇവിടെ വന്നു പോയിട്ടുണ്ടാവുമോ? അന്ന് അവളെയും തിരിച്ചറിഞ്ഞപ്പോൾ കൂടെ എന്നെയും ഇതോർത്തിരിക്കുമോ? മലമുകളിലെ കടൽച്ചുഴിയിൽ അങ്ങനെ മറ്റാരും അറിയാതെ മുങ്ങുകയല്ലോ ഞാൻ. മലമുകളിലെ കടൽച്ചുഴിയിൽ അങ്ങനെ മറ്റാരും അറിയാതെ മുങ്ങുകയല്ലോ ഞാൻ. കൂട്ടമായി വന്ന കുറെ മഞ്ഞശലഭങ്ങളപ്പോൾ എൻ്റെ ചുണ്ടിൽ, കവിളിൽ, കണ്ണുകളിൽ മുട്ടിയുരസി പറന്നു പോകുന്നു. ഹോ, അന്നത്തെ മഴ കൂടി പെയ്തെങ്കിൽ. മടങ്ങും വഴി വണ്ടി നിർത്തി ഇറങ്ങി ഒരു കമ്പതിൽ നിന്ന് ഒടിച്ചെടുക്കുന്നു. മടങ്ങും വഴി വണ്ടി നിർത്തി ഇറങ്ങി ഒരു കമ്പതിൽ നിന്നൊടിച്ചെടുക്കുന്നു. ഞാൻ മാത്രമപ്പോൾ അറിയുന്നു, ഞാൻ മാത്രമപ്പോൾ അറിയുന്നു, ആരോ മറ്റൊരു കമ്പും കൊണ്ടുപോയിരിക്കുന്നു, ആരോ മറ്റൊരു കമ്പും കൊണ്ടുപോയിരിക്കുന്നു.